ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് തന്നെ അറിയാം നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ എത്രത്തോളം വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, എഗ്ഗ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ. പല കുട്ടികളും എഗ്ഗ് കഴിക്കുന്നത് അതിൻ്റെ യോക്ക് ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ എഗ്ഗും വെജിറ്റബിൾസൊക്കെ കഴിപ്പിക്കാനുള്ള സൂത്രപ്പണിയാണ് ഇന്ന് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 പീസ് സ്ലൈസ്ഡ് ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യൂബാണുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഒനിയൻ ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ട്, അതുപോലെ ക്യാപ്സിക്കം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ ഒക്കെ ഉപയോഗിക്കാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾസിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ബാക്കി മുട്ടയും കൂടെ ഉപയോഗിക്കാം. നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ടയിലേക്ക് ആദ്യം ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇടുവാണ്. അതിലേക്ക് ഇനി നമുക്ക് നമ്മളെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി അതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചീസ് ഓൾറെഡി സോൾട്ടഡ് ആണ്, അതിനനുസരിച്ച് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ നേരത്തെ 3 മുട്ടയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലായതുകൊണ്ട് നമ്മൾ 4ാമത്തെ മുട്ടയൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി ഗ്യാസ് കത്തിച്ച് നമുക്ക് പാൻ വെക്കാം. അപ്പോൾ നമുക്ക് മുട്ട പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ മുട്ട ഹാഫ് വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് കഷ്ണങ്ങളായിട്ട് എടുത്ത് വെക്കാം. നമ്മളെ ചീസെല്ലാം മെൽട്ടായി തുടങ്ങി. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട പാനിൽ നിന്ന് ഇളകി കിട്ടുന്ന ഒരു സ്റ്റേജായി. അപ്പോൾ നമുക്ക് മെല്ലെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ചീസ് എഗ് ഓംലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.